കരിപ്പൂരിൽ വിമാനമിറങ്ങിയ ഗഫൂർക്കയെ നാട്ടുകാർ ശരിക്കും ഞെട്ടിച്ചു. നാടിന്റെ ചങ്കായ ഗഫൂർക്കയെ പൂമാലയും പൂച്ചെണ്ടും നൽകി സ്വീകരിച്ച് അവർ ഒരുക്കിയത് ഒരു സർപ്രൈസ് വരവേൽപ്പ് തന്നെയായിരുന്നു. വാടകയ്ക്കെടുത്ത KSRTC ബസ്സിൽ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും അടങ്ങിയ വലിയൊരു സംഘം നിൽപ്പുണ്ടായിരുന്നു. അവർ ആർപ്പുവിളിയോടെ അദ്ദേഹത്തെ ബസ്സിൽ കയറ്റിയിരുത്തി. പിന്നെ ജന്മനാടായ മാറാക്കരയിലെ മരുതുംചിറയിലേക്ക്. അവിടെ എത്തുമ്പോൾ മൈക്ക് അനൗൺസ്മെന്റ് ഉയർന്നു. നമ്മളെ ചങ്ക് ഗഫൂർക്ക ഇതാ ഈ വാഹനത്തിൽ. അതിനൊപ്പം മാലപ്പടക്കത്തിന് തിരികൊളുത്തി നാടിന്റെ ആഹ്ലാദം. അൻപത്തിയൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞെത്തിയ 65-കാരനായ തയ്യിൽ ഗഫൂറിനെ മരുതുംചിറയിലെ KKB പൗരസമിതിയും YFCയും ചേർന്നാണ് വരവേൽപ്പൊരുക്കിയത്. വരവേൽപ്പ് വ്യത്യസ്തമാക്കാനാണ് പൊന്നാനി KSRTC ഡിപ്പോയിൽ നിന്നും ബസ് വാടകയ്ക്കെടുത്തത്. രാവിലെ 10-ന് ദുബായിൽ നിന്നും എത്തിയ ഇൻഡിഗോ വിമാനത്തിൽ നിന്നും ഇറങ്ങും വരെ ഗഫൂർ തനിക്ക് സ്വീകരണം ഒരുക്കിയത് അറിഞ്ഞിരുന്നില്ല. ഗഫൂറിനെ നാട് ഇങ്ങനെ നെഞ്ചിലേറ്റാൻ കാരണം എല്ലാവരെയും സഹായിക്കുന്ന ആ വലിയ മനസ്സു തന്നെ. ജന്മനാടായ മരുതുംചിറയിൽ നിന്നും ഗൾഫിലെത്തിയവരിൽ ഭൂരിപക്ഷവും ഗഫൂറിന്റെ സഹായത്താൽ എത്തിയവരാണ്. ജോലി ആവശ്യാർത്ഥം തന്നെ സമീപിച്ചവരെല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെ ഗൾഫിലേക്ക് കൊണ്ടുപോയ ഗഫൂർക്കയെ അവർ എങ്ങനെ മറക്കും? സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇനിയും മുന്നോട്ടു പോകണം, അതിന് പടച്ചവന്റെ കൃപ ഉണ്ടാകട്ടെ എന്നായിരുന്നു നാട്ടുകാരുടെ സ്നേഹത്തിന് ഗഫൂറിന്റെ മറുപടി. തയ്യിൽ ഖാദർ ഹാജി ബിരിയാമു ദമ്പതികളുടെ 5 മക്കളിൽ മൂത്തയാളാണ് ഗഫൂർ. സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഗഫൂർ 13-ാം വയസ്സിൽ പിതാവിനൊപ്പം ഗൾഫിൽ പോയതാണ്. ആദ്യം അജ്മാൻ സൂപ്പർമാർക്കറ്റിൽ, പിന്നീട് ഹോട്ടൽ ജോലി. ഇപ്പോൾ പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ജുമൈറ ഗ്രൂപ്പ് PR മാനേജറായി 28 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. മരുതുംചിറയിലെ സ്വീകരണയോഗം മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമർ അലി കരേക്കാട് ഉദ്ഘാടനം ചെയ്തു. ഒരു നാട് ഇത്രത്തോളം അദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്നത് നമുക്കറിയാം. വളരെ ചെറുപ്പത്തിൽ ഞാനിപ്പോ ഇവിടെ വന്ന് ചോദിച്ചറിഞ്ഞതിൽ നിന്നും മനസ്സിലാക്കിയത്, വളരെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ തന്റെ 14-ാം വയസ്സിൽ പ്രവാസ ജീവിതത്തിലേക്ക് മാറ്റപ്പെട്ടു. ഒരുപക്ഷെ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വയസ്സിന്റെ സമയത്ത്, തന്റെ കുട്ടിക്കാലം മാറ്റപ്പെടാത്തൊരു സമയത്ത്, യൗവനത്തിലേക്ക് തന്റെ ജീവിതം കടന്നു ചെല്ലാത്തൊരു സമയത്ത്, ആ സമയത്ത് കുടുംബത്തിന്റെ പ്രാരാബ്ധം ഏറ്റെടുത്തുകൊണ്ട് അന്യനാട്ടിലേക്ക് പോയ പ്രിയപ്പെട്ട ഗഫൂർ ഭായ് നീണ്ട 51 വർഷക്കാലം അവിടെ ജീവിക്കുക. ആ 51 വർഷക്കാലം ജീവിക്കുമ്പോ ആ നാടിന് ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് പോയെങ്കിലും, ആ കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചെങ്കിലും, ആ നയിക്കുന്നതിനിടയിൽ തന്റെ കുടുംബത്തോടൊപ്പം തന്റെ നാടിനെയും ചേർത്ത് വെച്ചു എന്നുള്ളതിന് ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ഇതുപോലെ നിങ്ങൾ നൽകുന്ന ഈ സ്നേഹ സ്വീകരണം എന്ന് പറയുന്നത്. വാർഡ് മെമ്പർ മുബഷിറ അമീർ അധ്യക്ഷയായിരുന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK സുബൈർ, V മധുസൂദനൻ, അഡ്വക്കേറ്റ് P ജാബിർ, OP കുഞ്ഞുമുഹമ്മദ്, മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ, തയ്യിൽ സിദ്ദീഖ്, ഹൈവേ പോലീസ് SI നസീർ തിരൂർക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തയ്യിൽ ഗഫൂർ മറുപടി പ്രസംഗവും നടത്തി. KKB പൗരസമിതിയും YSC മരുതുംചിറയും മാസങ്ങളോളമായി ഇതിന്റെ പിറകിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സമയത്ത് ഞങ്ങളുടെയൊക്കെ സ്നേഹം കടപ്പാട് അറിയിക്കുകയാണ്. അത്രയും വലിയ ഒരു വരവേൽപ്പാണ് എനിക്ക് എന്റെ നാട്ടുകാരെ, എന്റെ ചങ്കായ എന്റെ നാട്ടുകാരെ എനിക്കിവിടെ തന്നിട്ടുള്ളത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ എന്ത് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ആകെ എല്ലാം കൺഫ്യൂഷനാണ്. ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ.